വൈകാരികമായി വയനാട്ടിലെ ജനങ്ങളെ കീഴടക്കി പ്രിയങ്ക ഗാന്ധി. രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ജനമനസ്സുകളിൽ ഒരു ചിത്രം രചിക്കുകയായിരുന്നു മാനന്തവാടിയിൽ ഇന്ന് പ്രിയങ്ക. വയനാടിന്റെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനും രാഹുൽ ഗാന്ധി ഏറ്റവും യോഗ്യനാണെന്നും തന്റെ സഹോദരനായ രാഹുലിനെ വയനാടിന്റെ ജനങ്ങളുടെ കയ്യിലേൽപ്പിക്കുന്നു എന്നും പ്രിയങ്ക പറഞ്ഞു. കോൺഗ്രസ് എന്നും ആദിവാസികളുടെ ക്ഷേമത്തിനു വേണ്ടി നിലകൊണ്ടിട്ടുണ്ട്. സാധാരണക്കാരുടെ കാര്യത്തിൽ BJPക്ക് താൽപ്പര്യമില്ല. കോൺഗ്രസ് അധികാരത്തിലെത്തിയ സംസ്ഥാനങ്ങളിൽ കാർഷിക കടം എഴുതിത്തള്ളി. BJP ചെയ്തത് വിഭജിക്കൽ മാത്രം. ഇന്ത്യ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു അത് ഇല്ലാതാക്കാനാണ് BJP ശ്രമിക്കുന്നത്. കോൺഗ്രസ് വാഗ്ദാനം നിറവേറ്റുന്ന പാർട്ടിയാണ്. കാർഷിക കടം എഴുതിത്തള്ളിയതിലൂടെ കോൺഗ്രസ് വാഗ്ദാനം പാലിക്കുകയായിരുന്നു. BJP സർക്കാർ കർഷകരെയും സാധാരണക്കാരെയും വഞ്ചിച്ചു എന്നും പ്രിയങ്ക പറഞ്ഞു. മാനന്തവാടിയിലെ യോഗത്തിനു ശേഷം പുൽപ്പള്ളിയിലെ കർഷക സംഗമത്തിൽ പങ്കെടുക്കാനായി പ്രിയങ്ക ഹെലികോപ്റ്ററിൽ യാത്ര തിരിച്ചു. വയനാട്ടിലെ സംസ്കാരവും ജീവിത രീതികളും കേരളത്തിന്റെയും മറ്റു രാജ്യങ്ങളുടെയും ജീവിത രീതികളുമായി എത്ര മനോഹരമായാണ് ഇടകലർന്നിരിക്കുന്നതെന്ന് ആലോചിച്ച് വളരെയധികം സന്തോഷം തോന്നി. 2 മാസത്തോളമായി താൻ ഉത്തർപ്രദേശിൽ യാത്ര ചെയ്യുകയായിരുന്നു. വയനാട്ടിലെ കർഷകർക്കും ആദിവാസികൾക്കും എങ്ങനെയാണോ ഇവിടുത്തെ ഭൂമിയും സംസ്കാരവും വനവുമായി ഇഴപിരിയാത്ത ബന്ധമുള്ളത്, അതുപോലെ UPയിലെ കർഷകർക്ക് അവരുടെ ഭൂമിയുമായും സംസ്കാരവുമായും അഗാധമായ ഒരു ബന്ധമാണുള്ളതെന്നും പ്രിയങ്ക പറഞ്ഞു. വയനാട് എന്റെ രാജ്യമാണ്. ഉത്തർപ്രദേശിലെ ഗോതമ്പ് പാടങ്ങൾ എനിക്ക് എത്രമാത്രം സ്വന്തമാണോ അതുപോലെ വയനാടും എനിക്ക് സ്വന്തമാണ്. തമിഴ്നാടും കേരളവും എന്റെ രാജ്യമാണ്. അതുപോലെ ഈ രാജ്യത്തെ ഓരോ സംസ്ഥാനവും എന്റെ സ്വന്തമാണ്, എന്റെ രാജ്യത്തിന്റെ ഭാഗമാണ്. കഴിഞ്ഞ 5 വർഷമായി BJP ഓരോ സംസ്ഥാനങ്ങളെയും വിഭജിക്കുകയാണ് എന്നും പ്രിയങ്ക ആരോപിച്ചു. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കായി മാനന്തവാടിയിൽ എത്തിയതായിരുന്നു പ്രിയങ്ക ഗാന്ധി വദ്ര. ഒരു ഭാഗം മറ്റൊന്നിൽ നിന്ന് വേറെയാണെന്നും ഒന്ന് മറ്റൊന്നിനേക്കാൾ പ്രധാനപ്പെട്ടതാണെന്നും BJP പറയുന്നു. പക്ഷേ കോൺഗ്രസിന് ഈ വയനാടും ഉത്തർപ്രദേശും ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും എല്ലാ ഭാഗങ്ങളും ഹൃദയത്തിന്റെ ഭാഗമാണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനായി ജീവൻ നൽകി. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ വ്യത്യസ്തമായ ചിന്താധാരകളും ആശയങ്ങളുമായി സ്നേഹത്തോടെയും സഹവർത്തിത്വത്തോടെയും കഴിയാനാകുന്ന ഒരു രാജ്യത്തിനു വേണ്ടിയാണ് അവർ ജീവൻ നൽകിയത്. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അധികാരം കിട്ടുന്നതിന് വേണ്ടിയാണെന്നും പ്രിയങ്ക പറഞ്ഞു. രാഹുൽ ഗാന്ധിക്ക് വോട്ട് അഭ്യർത്ഥിക്കുന്നതിനായാണ് പ്രിയങ്ക കേരളത്തിലെത്തിയത്. നേരത്തെ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായ സഹോദരൻ രാഹുൽ ഗാന്ധിക്കൊപ്പം നാമനിർദ്ദേശ പത്രിക സമർപ്പണ വേളയിലും പ്രിയങ്ക എത്തിയിരുന്നു. മണ്ഡലത്തിൽ 5 പരിപാടികളിൽ പ്രിയങ്ക പങ്കെടുക്കും. രാവിലെ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ പ്രിയങ്ക ഹെലികോപ്റ്റർ മാർഗമാണ് വയനാട്ടിലെത്തിയത്. 11:45 വള്ളിയൂർക്കാവിൽ നിന്ന് പുറപ്പെട്ട് മുട്ടിൽ WMO കോളേജ് ഗ്രൗണ്ടിലെ താൽക്കാലിക ഹെലിപാഡിൽ ഇറങ്ങി. പുൽവാമ ഭീകരാക്രമണത്തിൽ മരിച്ച CRPF ജവാൻ വസന്തകുമാറിന്റെ കുടുംബത്തെ വാഴക്കണ്ടി കോളനിയിലെ തറവാട്ട് വീട്ടിൽ സന്ദർശിക്കും. മാനന്തവാടിയിലെ യോഗത്തിനു ശേഷം WMO കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് ഹെലികോപ്റ്ററിലാണ് പ്രിയങ്ക ഗാന്ധി പുൽപ്പള്ളിയിലേക്ക് പുറപ്പെട്ടത്. പുൽപ്പള്ളി പഴശ്ശിരാജ കോളേജ് ഗ്രൗണ്ടിലാണ് ഹെലികോപ്റ്റർ ഇറങ്ങുക. പുൽപ്പള്ളിയിലെ കർഷക സംഗമത്തിൽ സംബന്ധിച്ച ശേഷം വയനാട് മണ്ഡലത്തിൽ ചുരത്തിനു താഴെയുള്ള നിയോജക മണ്ഡലങ്ങളിൽ വിവിധ പരിപാടികളിൽ സംബന്ധിക്കും. ശേഷം ഹെലികോപ്റ്ററിൽ പുൽപ്പള്ളിയിൽ നിന്ന് നിലമ്പൂരിലേക്ക് പോകും. നിലമ്പൂരിൽ ജനങ്ങളുമായി സംവദിക്കും. അവിടെ നിന്നും 3:45 അരീക്കോടേക്ക് യാത്രയാകും. അവിടെ 4:05 മുതൽ 4:45 വരെ പൊതുപരിപാടിയിൽ പങ്കെടുക്കും. ശേഷം അരീക്കോട് നിന്ന് 5:05 താമസ സൗകര്യമൊരുക്കിയിരിക്കുന്ന വൈത്തിരിയിലേക്ക് യാത്രയാകും. 22 തിങ്കളാഴ്ച പ്രിയങ്ക ഗാന്ധി ഡൽഹിയിലേക്ക് തിരിക്കും.